ഇന്ദ്രജ പറയും, നീ ഒരിക്കലും ജാനകിയുടെ പിന്നാലെ പോകരുത്, അവൾക്ക് പേടിയാവും. നീ പോകേണ്ടത് അഭിറാമിൻ്റെ പിന്നാലെയാണെന്ന് പറയും. എന്നിട്ട് ആദ്യം നീ അവനോടൊരു സൗഹൃദം ഉണ്ടാക്കുക, പിന്നെ ഒരു ഞെട്ടലോടെ വേണം നീ ആരാന്ന് അവനറിയാൻ. ജാനകിയുടെ പിന്നാലെ ഞാനുണ്ടാവുന്ന കൂടി ഇന്ദ്രജ പറയും. ഒരാൾ അബിയുടെ വീട് അന്വേഷിച്ച് അവിടെ എത്തുക. ബെല്ലടിച്ച് പുറത്തേക്ക് വരുന്നത് ചേട്ടത്തിയാണ്. അത് ജാനകിയുടെ അമ്മയാണെന്ന് അയാൾ കരുതും. ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളൊന്ന് പരങ്ങി എന്തൊക്കെയോ പറയും. ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളാണ്, ഒരു സർവേയുടെ ഭാഗമായിട്ട് വന്നാണ്. ഉദാഹരണത്തിന് രാധാമണി അമ്മയ്ക്ക് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാലെന്ന് പറയുമ്പോഴേക്കും ചേട്ടത്തി വയ്ക്കും, നിർത്തടോ, ഞാൻ രാധാമണി അമ്മയാണെന്ന് തന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. പുള്ളി പറയും, ഹൗസ് ഓണർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അയാൾ ഫോണിൽ ചേട്ടത്തി അറിയാതെ ഒരു ഫോട്ടോ എടുക്കും. കോൾ ചെയ്യാൻ ഫോണിൽ റേഞ്ച് ഇല്ലെന്നൊരു കാരണവും പറയും. അപ്പോഴേക്കും ജാനകി പുറത്തിറങ്ങി വന്ന് ആരാന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടത്തി പറയും, ഇവൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഇല്ലേന്ന് ചോദിക്കും. ഇവൻ വേറെന്തോ ഉദ്ദേശം വെച്ച് വന്നതാണെന്ന് ചേട്ടത്തി പറയും. ചേട്ടത്തി അയാളെ തല്ലാൻ നോക്കുമ്പോൾ ജാനകി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അയാളപ്പം മനസ്സിൽ പറയും, എനിക്കെന്തായാലും കിട്ടേണ്ടത് കിട്ടി, ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ കിട്ടും, അതിന് മുമ്പ് പോട്ടെ എന്ന് പറയും. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ അടുത്ത് വന്നിട്ട് നകുലിനിരിക്കും. ജസ്റ്റ് ഒരു ഹായ് പറയും. അപ്പോൾ അബി ഹായ് പറഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് തുടരും. നകുലൻ അബി കാണാതെ അബിയുടെ ഒരു ഫോട്ടോ എടുക്കും. നകുലൻ അങ്ങോട്ട് കയറി പരിചയപ്പെടും. പണ്ട് ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ നിർത്തി ബാംഗ്ലൂർ പോയി എന്നൊക്കെ പറയും. നിങ്ങളെ ഞാൻ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് നകുലൻ പറയും. പക്ഷേ ഇത് കേട്ട് അബി ഞെട്ടൊന്നുമില്ല. അബി ജസ്റ്റ് ഇങ്ങനെ ചിരിക്കും. അബിക്ക് എന്തോ സംശയമുള്ള പോലെ അവനങ്ങനെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കും, ഒരു കൂൾ മൈൻഡിൽ. നകുലനാണെങ്കിൽ ആകൂടെ എന്തോ പോലെ ആവും. പിന്നെ നകുലൻ ചോദിക്കും, കല്യാണം കഴിച്ചതാണോ ചോദിക്കും. അപ്പോൾ അബി പറയും അതേന്ന് പറയും. നകുലൻ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പണ്ട് കമ്പനിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. അന്ന് ചേട്ടൻ ജീവിച്ചിരിപ്പുള്ള കാലമായിരുന്നു, ചേട്ടനെതിരായിരുന്നു, പക്ഷേ ചേട്ടത്തി സപ്പോർട്ടായിരുന്നു. പിന്നെ ചേട്ടനൊരു അപകടത്തിൽ മരിച്ചുപോയി. അവളുമായിട്ടുള്ള താലികെട്ടിൻ്റെ സമയത്ത് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ കമ്പനിയിലേക്കും വന്നിട്ടില്ല, പിന്നീട് ഒരിക്കലും കണ്ടിട്ടുമില്ല എന്ന് പറയും. പിന്നെ ഒരു മെൻ്റൽ ഡിപ്രഷനൊക്കെ വന്നു, പിന്നെ അതിൽ നിന്ന് പുറത്തു വന്നു. ഇന്നും അവളെ തേടി നടക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയും. അബിയുടെ കല്യാണത്തിനെ പറ്റിയും ചോദിക്കും. അബി അതൊക്കെ പറയും. അത് കഴിഞ്ഞ് അബി ഫുഡ് കഴിച്ച് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങും. ഒരു കോള് കഴിഞ്ഞ് നിൽക്കുന്ന ഉണ്ണിത്താനോട് നിരഞ്ജന ചോദിക്കും, ആരാച്ചാന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ണിത്താൻ പറയും, നടരാജനാ, പഴയ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഴയ ഡയറിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. നീ ചെന്ന് ആ ഡയറി കളക്ട് ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറ്റാരുടെയെങ്കിലും എടുത്ത് കൊടുത്തുവിടാൻ താല്പര്യമില്ലെന്ന്. അത്രയും ദൂരം പോകാൻ പ്രയാസമുണ്ടെങ്കിൽ അയാളുടെ മകളുടെ അടുത്ത് കൊടുത്തുവിടാം, ഹോസ്പിറ്റലിൽ പോയി വാങ്ങിയാൽ മതിയെന്ന് പറയും. നിരഞ്ജന പറയും, അതൊന്നും വേണ്ടാച്ചാ, ഞാൻ നേരിട്ട് പോയി വാങ്ങിക്കോളാം, അതാകുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് തീർക്കാലോ എന്ന് പറയും. ഫോണിൽ പൊന്നുവിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്ന രാധാമണിയോട്, പൊന്നുവിനെ കാണാനല്ലേ, അവളിവിടെ ഉള്ളപ്പോൾ മിണ്ടാതെ ഫോട്ടോ നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ, അവൾ മിണ്ടാത്തോണ്ടല്ലേ പോയെന്നൊക്കെ ചോദിക്കും. ഇതാരാന്ന് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ടൊരു ഫോട്ടോ കൊടുക്കും. എന്നിട്ടൊരു ഇയാളുടെ പേരാണ് മാധവ് വാര്യർ എന്ന് പറയും. അവിടേക്ക് വന്ന ചേട്ടത്തി രാധാമണിയോട് പറയും, രാധാമണിയുടെ അച്ഛനാണത്, അത് മനസ്സിലായ സ്ഥിതിക്ക് അച്ഛൻ എന്ന് പറയും, രാധാമണി എന്ന് പറയും. ജാനകി ചോദിക്കും, അച്ഛൻ്റെ ജോലി എന്തായിരുന്നു എന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ക്ഷേത്രത്തിൽ പൂമാല കിട്ടുന്ന ആളായിരുന്നു അച്ഛൻ എന്ന് പറയും. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ജാനകി ഇങ്ങനെ ഓരോന്ന് രാധാമണിയോട് പറയും. ഇതൊക്കെ കേട്ട് രാധാമണി എന്തോ ഓർത്ത് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കും.